സന്ധ്യ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കൂൾ മേക്കപ്പ് ലുക്കായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്കൂളിലോട്ട് പോകുന്ന ലുക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ട ആ ഒരു ലുക്ക് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് മേക്കപ്പ് ഇടുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് ചെയ്യണ ഒരു ചെറിയൊരു സ്കിൻ കെയർ ആണ്. ആദ്യം വിറ്റാമിൻ സി സീറോ ആണ് എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറാനാണ്. എൻ്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ട്. ഞാൻ കുറച്ച് കാലം സൺസ്ക്രീൻ ഒന്നും ഇടാതെയായിരുന്നു സ്കൂളിൽ പോയിന്. അപ്പോൾ അതിൻ്റെ ടാനൊക്കെ എൻ്റെ ഫേസിലുണ്ട്. പിന്നെ അടുത്തതാണ് സൺസ്ക്രീന്. ഇത് സ്കൂൾക്ക് പോകുമ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ചില സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങിയാൽ നിറച്ച് ടാൻ അടിക്കും. ബിക്കോസ് നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ ആണ്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ സൺസ്ക്രീനിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ വൈറ്റ് കാസ്റ്റ്. എനിക്ക് ഒന്നാകെ ദേഷ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒടിക്കെങ്കിലും മാറ്റാൻ വേണ്ടി റെഡിയാണ്. സംഗതി നമ്മൾ ഫേസിൽ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ വൈറ്റ് കാസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ ഈ വൈറ്റ് കാസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഒരുമാതിരി ഉണ്ടാവും നമ്മളെ ലുക്ക് കാണാൻ. അപ്പം ഇതൊക്കെ ഇടണോലിടുക. ഞാൻ ഏതായാലും സ്കിൻ കെയർ ഞാൻ അങ്ങനെ സ്കൂളിലോട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഒരുങ്ങിക്കിട്ടൊന്നും പോവില്ല. ആകെപ്പാട് ഈ ഒരു ചെറിയ സ്കിൻ കെയർ ചെയ്യും. അപ്പോൾ അതാ അങ്ങനെ പിന്നെ ഞാൻ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആദ്യം നമ്മൾ കാണുന്നത് എൻ്റെ സ്കൂളിലോട്ട് ഉള്ള പോക്കിൻ്റെ ലുക്കാണ്. അപ്പോൾ അതാ ഒന്നെങ്കിൽ നമുക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടം ടാൽക്കം പൗഡറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൗഡറായിട്ട് നിൽക്കണതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിലുള്ള ഈ ഒരു ഓയിലൊക്കെ ഒന്ന് എടുക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ പൗഡറൊന്നും കൂടുതൽ ഇടണ ഇഷ്ടമില്ല എന്ന് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം അതാണ്. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് പൗഡർ ഇല്ലാതെ എനിക്കൊന്നും നടക്കൂല. എൻ്റെ ആ ഒരു ഓയിൽനെസ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നേക്കാൾ കാണുന്നത് എൻ്റെ വീട്ടിലെ ചുമരാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കണ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു മിറർ ഞാൻ തൊട്ടടുത്ത് വെച്ച് ഒരു റിംഗ് ലൈറ്റും വെച്ചിട്ട് ജനാല തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കണത്. പിന്നെ അതുമല്ല ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചല്ല വീഡിയോ എടുക്കണേ, ബാക്ക് ക്യാമറ വെച്ചാണ് വീഡിയോ എടുക്കണത്. അതുകൊണ്ട് തന്നെ എൻ്റെ കോലം എനിക്ക് കാണാൻ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് പോവുകയും ചെയ്ത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തിടുന്നത് ബ്ലഷാണ്. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ ചോദിച്ചാൽ അത് ബ്ലഷാണ്. ഞാൻ നല്ല ബ്ലഷ് ഇടും. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ബ്ലഷ് ഇടണുള്ളൂ. അത് ചീക്കിൽ മാത്രമല്ല ചിന്നിലും കണ്ണിൻ്റെ മേലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്ലഷ് സുഡിയോൻ്റെ ബ്ലഷാണ്. ഇതിപ്പോൾ കുറച്ച് കാലമായി വാങ്ങിയിട്ട് അത് കഴിയാനും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അങ്ങനത്തെ ബ്ലഷ് ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പുട്ടിയടിച്ചിട്ട് പോയിട്ടും കാര്യമില്ല. അല്ല, ഇത് പുട്ടിയല്ല കേട്ടോ. എന്ത് പുട്ടിയടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് വൃത്തി ഉണ്ടായാൽ തന്നെ നമ്മളെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് വൃത്തിയാണ് മെയിൻ. ഇപ്പം നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല. ആ മേക്കപ്പ് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും നിലനിർത്താൻ അറിയണം. എനിക്ക് ആ സംഗതി അറിയൂല. എൻ്റെ പറഞ്ഞാൽ പോകുമ്പോഴുള്ള കോലല്ലേ കാരം വരുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാര്യമായിട്ടോ കെട്ടിയോ ഒരുങ്ങലൊന്നുമില്ല. അതെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടോൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ അടുത്തിട്ട് കൊടുക്കുന്നത് മസ്കാരയാണ്. മസ്കാര വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യല്ല, ഒന്ന് വാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മസ്കാരയിൽ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ ഐലാഷസ് ഒന്നും പൊന്തിയിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ എങ്ങനെ മേക്കപ്പ് ഇടുകയാണെങ്കിൽ നമ്മളെ യൂണിഫോമും അതേപോലെ നമ്മളെ ലുക്കൊക്കെ നമ്മൾ നല്ലതിൽ മട്ടത്തിൽ കൊണ്ടെടുക്കുക. അതാണ് നമ്മളെ കാണാനൊരു വൃത്തി തോന്നിക്കുക. അത് മീൻസ് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ യൂണിഫോമൊക്കെ നന്നായിട്ട് അയൺ ചെയ്യുക, അതേപോലെ നമ്മളെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക. അതൊക്കെയാണ് നമ്മളെ ഒരു ഭംഗിയായി കാണിക്കണം. എല്ലാ കുറേ മേക്കപ്പ് ഇട്ടിട്ട് കാര്യമില്ല. ആ മേക്കപ്പ് നിലനിർത്താൻ അറിയണം. എനിക്ക് ആ കോലൊന്നും അറിയില്ല. അങ്ങനെ മഫ്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആദ്യം കണ്ടുപോയ ലുക്കാണ് ഞാൻ പൊതുവെ സ്കൂൾക്ക് പോണ ലുക്ക്. പിന്നെ ആ വീഡിയോ ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ലുക്കാണ്. എൻ്റെ സ്കൂളിലൊക്കെ അധികം ആൾക്കാരും ഉള്ള ലുക്കാണ്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടും. മെയിൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളത്. ആ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ട് അത് വെച്ചിട്ട് തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കും. നമ്മൾ ലിപ്സ്റ്റിക് വെച്ച് ബ്ലഷ് ഇടുന്നത് നമ്മളെ ഫേസിനത്ര നല്ലതല്ല. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് ഇടല്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. ഇതാണ് രണ്ടാമത്തെ ലുക്ക്. പൊതുവേ എല്ലാ സ്കൂളിലും ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം ഓലേക്കൊന്ന് ഇൻസ്പയറായി ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ലുക്കാണ്. പിന്നെ അതാ നമ്മളെ ഈ വീഡിയോയിൽ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ മേക്കപ്പ് ചെയ്യണ വീഡിയോസ് എൻ്റെ താഴേന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് നല്ല തടിച്ച പോലെ ഉണ്ടാവും. പിന്നെ നേരെയുള്ള വീഡിയോ വരുമ്പോഴാണ് എൻ്റെ ഫേസ് അത്ര ഒരു ഇതില്ല നിങ്ങൾക്ക് മനസ്സിലാവണത്. അതുകൊണ്ടാണ് താഴേന്ന് വീഡിയോ എടുക്കുമ്പം നമ്മളെ ഫേസ് ഭയങ്കര ബോറായിട്ട് തോന്നും. അങ്ങനെ ആ ഒരു ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ
മൂന്നാമത്തെ ലുക്കാണ്. അത് കാര്യമായിട്ടൊന്നുമില്ല, അതിക്കൊന്ന് ഐലൈനർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അടി ചെയ്ത ഈ പൗഡറും സ്കിൻ കെയറും ഒന്നും വേണ്ട. ഐലൈനറും ലിപ്സ്റ്റിക്ക് എഴുതിയാൽ തന്നെ പെട്ടെന്നില്ല നമ്മളെ ഫേസ് മാറും. ഇപ്പം ആദ്യം ഞാൻ കാണിച്ചെന്ന ലുക്കല്ല രണ്ടാമതും മൂന്നാമതും ആയിട്ടുള്ളത് ഭയങ്കര സഡനായിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു ചേഞ്ച് ഉണ്ട്. മീൻസ് ഒരു ഫേസൊക്കെ ബ്രൈറ്റനായി. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഓവറായിട്ടുള്ള ലുക്ക് ഉണ്ടാവും. നമ്മൾ സ്കൂൾക്ക് എങ്ങനെയായാലും പഠിക്കാനല്ലേ പോകണ്. അപ്പോൾ ഈ ഒരു ലുക്കൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞത് കൊണ്ട് ആരും ഇനി തെറ്റായി പോകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒരു വർഷം തുടക്കത്തിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഒന്നും നിർത്തണം എന്നുള്ള രീതിയിലായിരിക്കും മാറ്റി ഒരുങ്ങി പോവുക. പക്ഷെ അന്ന് ഞാൻ കുറച്ച് ഓവറായിട്ടാണ് പോയിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഭയങ്കര സിമ്പിളായി മാറിയിട്ടുണ്ട്. പൊതുവെ എല്ലാവരും അന്ന് നന്നായി പോകുമ്പോൾ പിറ്റേ ദിവസം മുതൽ പിന്നെയും പുട്ടിയടിച്ച് പോകും. പക്ഷെ ഞാൻ തല തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ലുക്ക്. അപ്പം എനിക്ക് ഈ മൂന്നാമത്തെ രണ്ടാമത്തെ ലുക്ക് എന്നാൽ സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വോയിസ് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ വലിച്ചു വാരി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ലുക്കൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ആക്കുക. അപ്പം നിങ്ങൾ ഇതിലേത് കോലത്തിലാണ് സ്കൂളിൽ പോകലെന്ന് നിങ്ങൾ കമൻറ്റ് ആക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.